തൃശൂർ, പാലക്കാട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ ഭൂചലനം. രാവിലെ 8:15 ഭൂചലനത്തിൽ തീവ്രത 3 രേഖപ്പെടുത്തി. കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. 3 മുതൽ 4 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു പ്രകമ്പനം. പരിഭ്രാന്തരായ ആളുകൾ വീടിന് പുറത്തേക്ക് ഓടി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഉദ്യോഗസ്ഥർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. കുറച്ചധികം നേരം മുഴക്കം വന്നു. ചെറിയൊരു വൈബ്രേഷനെ തോന്നിയുള്ളൂ. അപ്പം ഇനി വല്ല വെടിമരുന്നിൻ്റെ എന്തെങ്കിലും ആണെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ നല്ല കാര്യമായിട്ടുള്ള ഒരു വൈബ്രേഷൻ തന്നെയാണ് ഉണ്ടായെന്നാണ് തോന്നുന്നത്. സിറ്റ് ഔട്ടിലായിരുന്നു, പുറത്തൊക്കെ ഓടിയിട്ടില്ല. ഒന്ന് അന്താളിച്ച് നിന്നുപോയി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, എപ്പോഴായിരുന്നു ഈ ഭൂചലനം? ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഇന്ന് രാവിലെ 8:15 തൃശ്ശൂർ തുടങ്ങി പാലക്കാട് ജില്ലകളിലടക്കം ഈ ഭൂചലനം അനുഭവപ്പെടുന്നത്. 3 മുതൽ 4 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ഭൂചലനമാണ് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് തൃശ്ശൂരിൽ അനുഭവപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്. ഇത് അപകടകരമായ ഒരു സാഹചര്യമില്ല, തികച്ചും ഇത് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു ഭൂചലനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആശങ്കപ്പെടരുത്, തെല്ലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ പോലും ഇത് പരിശോധിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ ഈ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലെത്തി വിവിധ ഇടങ്ങളിലെത്തി പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ ഉണ്ടായ മേഖലകൾ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് തുടങ്ങി തൃശ്ശൂരിലെ മുണ്ടൂരുണ്ട്. ഈ തൃശ്ശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മുണ്ടൂർ വരെയുള്ള മേഖലകളിലാണ് ഈ ഭൂചലനം ഉണ്ടാകുന്നത്. ആ സമയത്ത് വലിയ രീതിയിൽ ആളുകൾ പരിഭ്രാന്തിപ്പെടുകയും പലരും ഈ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നുള്ളതാണ് പറയുന്നത്. അടുക്കളയിലിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ ഈ താഴെ ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ശബ്ദം ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ടുവെന്നും ഈ പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെയാണ് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. വേണ്ട ഉദ്യോഗസ്ഥരെ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. വേണു, സൂരജ്, ഇനി ഇതിന്റെ തുടർ ചലനങ്ങളുടെ സാധ്യത അങ്ങനെ എന്തെങ്കിലും മുന്നിൽ കാണുന്നുണ്ടോ? ജില്ലാ ഭരണകൂടവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇനി ഒരു തുടർചലനം ഉണ്ടെങ്കിൽ മാത്രമാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നാൽ പോലും അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്കടക്കം ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ മേഖലയിൽ തുടരാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ പുത്തൂര്, പുതുക്കാട് തുടങ്ങിയ മേഖലകളിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അന്നും ഇതുപോലെ നേരിയ തോതിലായിരുന്നു ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. പക്ഷേ അവിടെയും തുടർ ചലനങ്ങൾ ഉണ്ടായി. അതായിരുന്നു അന്ന് ആ മേഖലയിൽ ആശങ്കക്കിടയാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉദ്യോഗസ്ഥരോട് തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഭൂമിക്കടിയിലെ പ്രതിഭാസം എന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥ സംഘം അവിടെ തുടരും. ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഒരു തുടർ ചലനത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ പോലും നിലവിൽ ഒരു തരത്തിലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പ്രദേശവാസികളെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഒരു ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. പെട്ടെന്ന് ഉണ്ടായ ഒരു ഭൂചലനം, അത് 3 മുതൽ 4 സെക്കൻഡ് വരെ മാത്രമേ നീണ്ടു നിന്നെങ്കിൽ പോലും ഈ വീടിനകത്ത് അടുക്കളയിൽ ഇരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ താഴെ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് എല്ലാവരെയും പരിഭ്രാന്തിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇതോടുകൂടിയാണ് ഈ വീടിന് പുറത്തേക്കടക്കം ആളുകൾ പേടിച്ച് ഇറങ്ങി ഓടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം പറയുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ആശങ്ക വേണ്ട എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. വേണു, ശരി. സൂരജ് സജി തുടരുക. ഇപ്പോൾ നാട്ടുകാരിയായ സരസ്വതി ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. സരസ്വതി, തൃശ്ശൂരിലാണോ താമസം? എവിടെയാണ് സ്ഥലം? കടങ്ങോട് പഞ്ചായത്തിലെ ചെറുമനേങ്ങാട് 1-ാം വാർഡ് എന്ന് പറയും. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ എപ്പോഴാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്? ഒരു 8:15-8:30 ഉള്ളിലായിട്ടാണ് സംഭവം ഉണ്ടായത്. എങ്ങനെയായിരുന്നു സംഭവം? സംഭവം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ത്രീകളും അടുക്കളയിൽ സാധാരണ നേരത്തെ അടുക്കളയിലാണല്ലോ ഉണ്ടാവുക. അതുപോലെ ഞാനും അടുക്കളയിൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ജോലിക്ക് പോണ ആൾക്കാരൊക്കെ ബൈക്കിന്റെ മുകളിലും ഇതിന്റെ മുകളിൽ പോകുന്നുണ്ട്. പാടത്തേക്ക് പറമ്പിലേക്ക് പോണ കൃഷി ഉള്ള ആൾക്കാർ അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഭയാനകരമായ ശബ്ദം, ഒരു വെടിക്കെട്ട് പോലെ. അത് എന്താ വെച്ചാൽ അപ്പോൾ വിചാരിച്ചു തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ, പാടത്തിന്റെ അപ്പുറത്തെ അമ്പലത്തിൽ ഒരു ഇത് നടക്കുന്നുണ്ട്, പ്രതിഷ്ഠ. അതിന് അവിടെ നിന്ന് വെടിക്കെട്ടാവുമെന്ന് വിചാരിച്ചത്. അപ്പൊ അതല്ലാന്ന് മനസ്സിലാവുന്ന നിമിഷത്തിൽ തന്നെ ഈ മേശയുടെ മുകളിലിരിക്കുന്ന കത്തി, അതേപോലെ പാത്രങ്ങൾ ഒക്കെ കലകല ശബ്ദം. അതോടുകൂടി എല്ലാവരും മിറ്റത്തേക്ക് ഇറങ്ങി. അപ്പൊ അകത്തിരിക്കുന്ന അലമാറികള്,
അങ്ങനെ ഇളക്കപ്പെട്ട സാധനങ്ങളൊക്കെ കല ഇതൊക്കെ ഒറ്റ നിമിഷത്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ റോഡ് കൂടെ പോകുന്ന ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ആ നിമിഷം അവിടെ നിശ്ചലനായി നിൽക്കണു. പക്ഷിമൃഗാദികള് അതിന്റെ ഇത് കേട്ടിട്ടാ എന്താ നിശ്ചല്യ ആവശ്യമൊക്കെ ഒരു ഇതിന്റെ മുകളിൽ അപ്പുറത്തേക്ക് ഒരു പറക്കല്. അതേപോലെ തന്നെ ഈ പശുക്കള് ആടുങ്ങളൊക്കെ ഒരു അപശബ്ദങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഇതായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഞാനടക്കം അകത്തന്നെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഇളക്കപ്പെട്ട സാധനങ്ങളൊക്കെ കിടന്ന് ഇളകെ. അപ്പോഴാണ് മനസ്സിലായത് അതാണ് ഭൂമി കുലുക്കം എന്നുള്ളത്. പിന്നെ അതേപോലെ എൻ്റെ അമ്മ 82 വയസ്സായതാണ്. അകത്ത് കിടപ്പ് ചോദിക്കുക. ആ അമ്മയും പറഞ്ഞു എന്താണ് കട്ടിൽ പിടിച്ച് കുലുക്കണ പോലെ എന്താ ചെരിഞ്ഞു, ഞാൻ വീഴാൻ തോന്നിക്ക്, ഞാൻ മുറുക്ക പിടിച്ചു എന്നും പറഞ്ഞു അമ്മ. അങ്ങനെയാണ് നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ല, നാശനഷ്ടങ്ങൾ പറയത്തക്ക നാശനഷ്ടങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ആൾക്കാർക്ക് കേട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം. ഇപ്പോഴും പേടിയുണ്ടോ? ഇനി ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ ആ ഭാഗത്ത് വന്നിട്ടുണ്ടോ? അവരെന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട്? എവിടെ ഉദ്യോഗസ്ഥരാരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുകയുണ്ടായോ? ഇല്ല ഇതുവരെ ആരും വന്നിട്ടില്ല. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന് സരസ്വതി. ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധൻ രാജഗോപാൽ കമ്മത്തും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ തൃശൂർ പാലക്കാട് മേഖലകളിൽ ഉണ്ടായ ഭൂചലനത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു അതിശക്തമായ താപം ഏറല് ഇതിനൊരു കാരണമായിട്ട് വന്നിട്ടുണ്ട്. കാരണം കേരളത്തിൽ ധാരാളം ഭൂകമ്പ സാധ്യതാ മേഖലകളുണ്ട്. അതിപ്പോ പെരിയാർ ഫോൾട്ട് എന്ന് പറയും, ഭൂതലത്തിലെ ഒരു വിള്ളലാണത്. പെരിയാർ ഫോൾട്ട് എന്ന് പറയുന്നതിന്റെ വടക്ക് പടിഞ്ഞാറൻ ദിശയിലായിട്ടാണ് ഇപ്പൊ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള ആ പ്രദേശം. അപ്പോ ഏകദേശം കുന്നംകുളത്ത് നിന്നും 10-12 കിലോമീറ്റർ ദൂരത്തില് 7 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ തുടക്കം. അത് ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി ആ ഭാഗങ്ങളിലും കൊടുങ്ങല്ലൂർ ആ ഭാഗങ്ങൾ വരെ അതിന്റെ ഇന്റൻസിറ്റി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ നേരിയ തരത്തിലുള്ള ഒരു ആഘാതം മാത്രമേ ഇതുമൂലം ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വടക്കഞ്ചേരി ആ ഭാഗങ്ങളിലെല്ലാം ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിലും മറ്റു ഏരിയകളിലൊക്കെ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭൂഗർഭത്തിലെ ആ ഫോൾട്ടുകളാണ്, വിള്ളലുകളാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അതിൽ ഇടയ്ക്കിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. കാരണം ഭൂമി എപ്പോഴും ചലനത്തിലാണ്. അപ്പൊ അതിന്റെ ഭൂഗർഭം ചലനത്തിലാണ്, ഭൂതലം ചലനത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഈ താപനില ഏറി വന്നപ്പോൾ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അതിപ്പോ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നടക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതുപോലുള്ളൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ഭൂകമ്പത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കോട്ടയം ഈരാറ്റുപേട്ട മേഖല, പിന്നെ ഡാമുകളുള്ള ഇടുക്കി മേഖല, അതുപോലെ തന്നെ ഫോൾട്ടുകളുള്ള നേരത്തെ ഭൂചലനം ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ ഒക്കെയാണ് ഇതിന് വൾണറബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ വിള്ളലുകൾ ഉണ്ടായി കഴിയുമ്പോൾ പൊതുവെ നമുക്കറിയാം, താപമേറുമ്പോൾ ഭൂതലം എന്നല്ല എല്ലാ ദ്രവ്യ പദാർത്ഥങ്ങളും വികസിക്കും. ആ വികസിക്കുന്നതിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. പിന്നീട് ആ അഡ്ജസ്റ്റ്മെന്റ്സ് മറ്റു കാരണങ്ങൾ കൊണ്ട് ട്രിഗർ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ടത് എന്തെന്നാൽ, ഇതിപ്പോ ഒരു ഇൻസിഡന്റ് കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടെ ഇപ്പൊ വീണ്ടും സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോ കരുതേണ്ടത്. അതുപോലെ മറ്റിടങ്ങളിൽ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളിലും ഇപ്പൊ ഈ വിള്ളൽ പല ഭാഗങ്ങളിലും മലമ്പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ താപനില ഏറുകൊണ്ട് അവിടെ ജൂൺ 20 കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന നല്ല മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും ഇപ്പൊ ഈ തൃശ്ശൂരിലും ഈരാറ്റുപേട്ട പാലാ മേഖലകളിലും പിന്നെ വലിയ ഡാമുകളുള്ള അതിന് ചുറ്റിനുമൊക്കെ ഇടുക്കി പോലുള്ള മേഖലകളുടെ ചുറ്റിനും ഒക്കെ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിപ്പുകൾ നൽകുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അപകടം പറ്റാത്ത രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ധരിപ്പിക്കേണ്ടത് ഈ അവസരത്തിൽ വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യത, മണ്ണിടിച്ചിലൊക്കെയാണ് കൂടുതൽ. പിന്നെ ഭൂകമ്പം എന്ന് പറയുന്നത് കേരളം സോൺ 3 വരുന്നതാണ്. 5.5 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം വരെ ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ 5 മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിട്ടുണ്ട് ഈരാറ്റുപേട്ട പാല മേഖലകളിൽ. അപ്പൊ മറ്റിടങ്ങളിലും ഇതിനുള്ള ഒരു സാധ്യത ഉണ്ട്, അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. കാരണം അത് ഭൂഗർഭത്തിലെ അഡ്ജസ്റ്റ്മെന്റ്സ് ഏത് സമയത്ത് എപ്പോൾ ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ സൂര്യൻ ഇപ്പോൾ സോളാർ മാക്സിമം എന്ന് പറയുന്ന ഏറ്റവും തീവ്രത കൂടിയ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ജനുവരി, ഫെബ്രുവരി മാസം മുതൽ തന്നെ നല്ല താപനില ഏറെ അനുഭവപ്പെട്ടത്. ഇപ്പൊ തൃശ്ശൂരും പാലക്കാടും ഒക്കെ നമുക്കറിയാം 40-45 ഡിഗ്രി, ഈവൻ അതിന് മുകളിലേക്കൊക്കെ താപനില പോയിട്ടുണ്ട്. അത് ഭൂതലത്തിനെയും ഭൂഗർഭത്തിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇനി അടുത്ത കുറച്ച് മാസങ്ങളിലുണ്ടാവും. നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വലിയൊരു ആഘാതമൊന്നും തൃശ്ശൂരും മറ്റിടങ്ങളിലും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ദുർബലമായ പ്രദേശങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ധാരാളമുണ്ട്.
അപ്പോൾ നമുക്ക് അതിനുള്ള ഇന്റൻസിറ്റി എത്രത്തോളം അനുഭവിക്കുന്ന നാശം എത്ര ഉണ്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ശ്രീ കമ്മത്ത്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുത്തൂർ, പുതുക്കാട് ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു എന്നിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തുടർചലനങ്ങളും ഉണ്ടായി. അപ്പോൾ ഈ പറയുന്ന തൃശ്ശൂർ, പാലക്കാട് മേഖലകളിൽ തുടർചലനത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതാണ് ഇപ്പോൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു പ്രിലൂഡാണോ എന്നുള്ളതാണ്. കാരണം ചെറിയ ചലനത്തിന് ശേഷം വലിയ ചലനത്തിനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ അതാണ് നോക്കുന്നത്. അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെറിയ മൈക്രോ ട്രമറുകൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോ ട്രമറുകൾ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാഘാതം കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. അവിടുത്തെ ഏതായാലും അവിടുത്തെ ആളുകൾക്ക് അറിയാമായിരിക്കാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീടിന് പുറത്തിറങ്ങുക, വലിയ സ്ട്രക്ചറുകളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത്. അടുത്തൊരു 24 മണിക്കൂറത്തേക്ക് നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ബീച്ചിലും മറ്റുമൊക്കെ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട് നമുക്ക്. പക്ഷെ എന്തിനെങ്കിലും ഇത്തരത്തിലുള്ള ട്രമറുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഒരു ട്രമർ കൂടെ ഉണ്ടാകാം, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ട്രമർ ഉണ്ടാകാം. പെരിയാർ ഫോൾട്ടിന്റെ മറ്റേതെങ്കിലും രീതിയിൽ ഇങ്ങോട്ടേക്കുണ്ട്. പെരിയാർ ഫോൾട്ട് എന്ന് പറയുമ്പോൾ പെരിയാർ റിവറിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വിള്ളലാണത്. അപ്പോൾ ആ ഭാഗത്ത് അതിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള കമ്പനങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുക, അതിനുവേണ്ടിയുള്ള ഒരു കരുതിയിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത് പ്രതികരിച്ചതിന്. ഇപ്പോൾ കുന്നംകുളം സ്വദേശിയായ ബെന്നറ്റ് ടെലിഫോൺ ലൈനിലുണ്ട്. ബെന്നറ്റ്, നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ വലിയ ഭൂചലനമാണോ അനുഭവപ്പെട്ടത്? അല്ലല്ല, ഒരു 8:15 കൂടിയിട്ട് ഒരു മുഴക്കം, ഭൂമിയുടെ ഒരു മുഴക്കം പോലെ. വേറെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും പെട്ടെന്നേ ഒന്ന് പരിഭ്രാന്തിയായി, എല്ലാവരും റോട്ടിലേക്ക് ഇറങ്ങി നിന്നു. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല? ഇല്ല, ഒന്നുമില്ല. വലിയൊരു മുഴക്കം. അതൊരു എന്താ പറയാ, ആകെ പേടിപ്പിക്കുന്ന വിധത്തില്. എപ്പോഴാണിത് ഭൂചലനമാണെന്ന് മനസ്സിലായത്? അല്ല, അത് പിന്നീട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ പ്രദേശത്ത് മുഴുവൻ ആളുകളും പറയുന്നുണ്ട്, ഇങ്ങനെ ഭൂമി ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു മുഴക്കം പോലെ കേട്ടുകൊണ്ട് എല്ലാവരും പറഞ്ഞു. പിന്നീടാണ് മാധ്യമങ്ങളിലൊക്കെ വരണത് ഇങ്ങനെ ഭൂചലനാണെന്നുള്ളത്, നവമാധ്യമങ്ങളിലൊക്കെ. ബെന്നറ്റ്, ഈ ഭാഗത്ത് നേരത്തെയും ഭൂചലനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ്. എനിക്ക് 51 വയസ്സായി, ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടില്. ഈ തുടർചലനമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ എല്ലാവരോടും പറയുക. അങ്ങനെയുണ്ടോ? അങ്ങനൊരു ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല, അതിന്റെ സാധ്യതകൾ തള്ളിക്കളയരുത് എന്ന് പറയുന്നുണ്ട് വിദഗ്ധർ, അതുകൊണ്ട് കരുതിയിരിക്കണമെന്നും പറയുന്നു. അത്രേ ഉള്ളൂ. ശരി, നന്ദി ബെന്നറ്റ് പ്രതികരിച്ചത്. നിഖിൽ പ്രമേശം പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നിഖിൽ, പാലക്കാട് ഏതൊക്കെ മേഖലകളിലായിരുന്നു ഈ ഭൂചലനം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തൃത്താല മേഖലയിലാണ്. തൃത്താല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഭൂചലനം ഉണ്ടായത്. ഇന്ന് 8:10 കൂടിയായിരുന്നു. 8:10 കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ ശബ്ദം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പങ്കുവെക്കുന്ന വിവരം. പാലക്കാട് തിരുമിറ്റക്കോട് മേഖലയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. നേരിയ ഭൂചലനമാണ് ഉണ്ടായത്. ചെറിയൊരു ശബ്ദത്തോടു കൂടി ഏതാണ്ട് ഒരു 10 സെക്കൻഡിൽ താഴെ മാത്രം നിലനിൽക്കുന്ന നേരിയ ഭൂചലനമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റെവിടെയെങ്കിലും തിരുമിറ്റക്കോട് മേഖലയല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഭൂചലനത്തിന്റെ അനുചരണങ്ങൾ ഉണ്ടായതായി ആരും തന്നെ വിവരം നൽകുന്നില്ല. ആ മേഖലയിൽ ഏതാണ്ട് 10 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ചലനം ഉണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാര്യമായ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളും ലഭ്യമാകുന്നില്ല. ചില CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പ് ശേഖരിക്കുന്നുണ്ട്. അത് ലഭ്യമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. തൃശ്ശൂരിനോട് ചേർന്നിട്ടുള്ള ഈ അതിർത്തി മേഖലകളിലാണ് ഇത്തരത്തിലുള്ള ഭൂചലനം അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അത് വളരെ ആശങ്കപ്പെടേണ്ട തരത്തിലേക്ക് ഇല്ല എന്നുമാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ചില മേഖലകളിൽ നേരിയ ഭൂചലനം, 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ഇന്ന് രാവിലെയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. വിശദാംശങ്ങളാണ് സൂരജ് സജിയും നിഖിൽ പ്രമേശും നൽകിയത്.